ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ 24-ന്റെ കോൺടാക്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഫ്ലോട്ടിൻ്റെ വീഡിയോ ചെയ്തതിൽ 24 കിട്ടാനില്ല, അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിലവിലൊരു കോൺടാക്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ L1 L2 കണക്ഷൻ, L3 L4. അതിൻ്റെ മേളിലേക്ക് ഔട്ട് സൈഡ് വരുന്നത് നമ്മൾ മോട്ടർ കണക്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇൻകമറിൽ നമ്മൾ 230 തന്നെ കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് ന്യൂട്രലായിട്ട് തന്നെ നിലനിർത്താം. ഒരു ന്യൂട്രൽ, ഒരു ഫേസ്. ഓക്കെ, അപ്പോൾ മെയിൻ ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് ഫേസിലാണ് നമുക്ക് കൺട്രോളിങ് വരുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഔട്ട്പുട്ട് സെക്ഷനിൽ വരുന്നത് ഇവിടെ നമുക്ക് ന്യൂട്രൽ കിട്ടും, ഇവിടെ ഫേസ് കിട്ടും. ഇനി A1 A2 എന്ന് പറയുന്ന രണ്ട് ടെർമിനൽസ് വേറെയുണ്ട്. അതായത് കോണ്ടാക്ടറിന്റെ ഓക്സിലറി സപ്ലൈ, അതായത് A1, ഇവിടെ A2. ഓക്കെ, രണ്ട് ടെർമിനൽസ് ആയിട്ട് തന്നെ കണക്കാക്കുക കേട്ടോ. ഡയഗ്രാം വരക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ A1 A2. അപ്പോൾ ഇനി നമുക്ക് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ 12 വോൾട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ 24 വോൾട്ടിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാൻ എളുപ്പം SMPS 12 വോൾട്ടിൻ്റെ SMPS കിട്ടും. നമ്മൾ നമ്മുടെ LED സ്ട്രിപ്പിനൊക്കെ ഉപയോഗിക്കുന്ന 12 വോൾട്ടിൻ്റെ SMPS നമുക്ക് എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 12 വോൾട്ടിൻ്റെ SMPS നമുക്ക് ഇവിടെ എടുക്കാം. ഇതിൻ്റെ ഇൻപുട്ട് സൈഡ് നമുക്ക് 230 വോൾട്ടാണ്. 230 വോൾട്ട് AC. കഴിഞ്ഞ ദിവസം ഒരു കോൺടാക്ടർ ഒരു സുഹൃത്ത് മേടിച്ചിട്ട് 24-ന്റെ AC കോൺടാക്ടർ മേടിച്ചിട്ട് കത്തിപ്പോയി. അപ്പോൾ ഡയഗ്രത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വിളിച്ചായിരുന്നു. അത് പിന്നീട് സംസാരിച്ച് വന്നപ്പോഴാണ് AC കോൺടാക്ടർ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ DC മേടിക്കുന്നവർ DC തന്നെ മേടിക്കണം കേട്ടോ. ഇതിപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റാത്ത കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ACയുടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. ഓക്കെ, ഇവിടെ 12 വോൾട്ട് തന്നെ കണക്കാക്കുക, 12 വോൾട്ട് DC. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ചിലൊരു റിലേ വേണം. നേരത്തെ നമ്മൾ ആ റിലേ ഒന്നും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇത് 12 വോൾട്ട് DC അഡാപ്റ്റർ. ഓക്കെ, ഇനി നമുക്കൊരു റിലേ വേണം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് 24 കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് വേണ്ട, സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിന്റെ പണി നടത്താം. ഓക്കെ, ഇതൊരു റിലേ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഒരു പ്ലസ്, മൈനസ്, അതേപോലെ സെൻട്രൽ ഓപ്ഷൻ ഉണ്ടാവും, കോമൺ. ഇനി ഒരു NOയും ഒരു NCയും ഉണ്ടാവും. ഓക്കെ, ഈ 24 വോൾട്ട് 12 വോൾട്ട് പ്ലസ് DC വോൾട്ട് പ്ലസ് മൈനസ് നമ്മൾ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അതിൽ 12 വോൾട്ടിന്റെ നെഗറ്റീവ് നമ്മൾ നേരെ ഈ സൈഡിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെഗറ്റീവ് കണക്ട് ചെയ്തു. ഇനി പോസിറ്റീവ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. പോസിറ്റീവ് വേണം നമുക്ക് ഫ്ലോട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ടാങ്കും ഫ്ലോട്ടും വരക്കാം. അപ്പോൾ ഒരു വയർ പ്ലസ് നമ്മൾ നേരെ ഫ്ലോട്ടിലോട്ടാണ് കൊണ്ടുപോകണത്. അപ്പോൾ പ്ലസ് 12 വോൾട്ട് നേരെ ഫ്ലോട്ടിലെത്തി. ഇപ്പോൾ ഫ്ലോട്ടിന്റെ പടം വരച്ചിട്ടില്ല. ഫ്ലോട്ട് സ്കെച്ച് വരക്കലൊക്കെ കണക്കാണ് കേട്ടോ. എനിക്ക് മറ്റേ ഓട്ടോ കാർഡിന്റെ സംഭവം അറിയാൻ പാടില്ലാത്തതാണ് നമ്മൾ ഫ്രീ ഹാൻഡ് സ്കെച്ചൊക്കെ വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 3 വയറുള്ളതിൽ നമ്മൾ ഒരു വയർ, കോമൺ ആയിട്ടുള്ള വയർ ഈ പ്ലസ് വരുന്നതിൽ കൊടുത്തു. അതേപോലെ തന്നെ ടാങ്കിന്റെ നിറയുമ്പോൾ ഓഫ് ആകാനുള്ള കണ്ടീഷൻ, താഴത്തേക്ക് വരുമ്പോൾ ഓൺ ആകാനുള്ള സ്വിച്ച്, അത് നമ്മൾ നോക്കി എടുത്തിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അതും പറഞ്ഞ് കൂടുതൽ ദീർഘിപ്പിക്കണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ 12 വോൾട്ട് നമ്മൾ നേരെ കൊണ്ടുവരേണ്ടത് ഈ റിലേയുടെ ഈ സൈഡിലേക്കാണ്. ഒരൊറ്റ 2 പെയർ വരണ്ടെങ്കിൽ നമുക്ക് ആ പരിപാടി നടക്കും. ഓക്കെ, അപ്പോൾ
ഇവിടെ നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്ലോട്ട് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ റിലേ ഓൺ ആവും. റിലേ ഓൺ ആകുന്ന സമയത്ത് നോർമലി നമ്മുടെ ഓപ്പൺ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, ഇത് കോമൺ ആണ്. ഇത് നോർമൽ ഓപ്പൺ, ഇത് നോർമൽ ക്ലോസ്ഡ്, സോറി നോർമൽ ക്ലോസ്ഡ്. ഓക്കെ, ഇത് കോമൺ. ഇനി ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഫേസ് സപ്ലൈ ആണ് കൊണ്ടുവരാൻ പോണേ. ഇപ്പറയും ഡി സി ആണ്. സെൻട്രൽ വശം നമ്മൾ ഫേസ് ആകേണ്ടത്. അപ്പോൾ ഈ റിലേ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇക്കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഷോർട്ടായി കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചു പോകും. അപ്പോൾ ഇനി മോട്ടറിലേക്കുള്ള നമ്മുടെ ഫേസ് സപ്ലൈ, ഈ ഫേസ് സപ്ലൈ നേരെ കൊണ്ടുവരിക. നമുക്ക് ഈ റിലേയുടെ സെന്ററിലേക്ക് കൊടുക്കാം. ട്വൽവ് വോൾട്ട് കിട്ടണം പറഞ്ഞ് കുറച്ച് ആൾക്കാരല്ല 24 കിട്ടണം എന്ന് വിളിക്കണം, കിട്ടാനില്ല എന്ന് പറഞ്ഞ് വിളിക്കണം. കുറെ അധികം ആൾക്കാരുണ്ട്, പക്ഷെ ഇവിടെ എറണാകുളത്ത് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് സപ്ലൈ കൊണ്ടുവന്ന് ഇവിടെ കോമണിലേക്ക് കൊടുത്തു. ഇനി ഈ നോർമൽ ഓപ്പൺ എന്ന് പറയുന്ന കണക്ഷൻ നമുക്ക് എടുത്തിട്ട് A2 കൊടുക്കും. A2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ന്യൂട്രൽ തന്നെ ലൂപ്പ് ചെയ്ത് നമുക്ക് A1 കണക്ട് ചെയ്യാം. ഇൻകമർ ന്യൂട്രൽ തന്നെ ലൂപ്പ് ചെയ്യണം കേട്ടോ. ഔട്ട് ഗോയിങ് ന്യൂട്രൽ എടുത്ത് ലൂപ്പ് ചെയ്ത് ഇൻകമിങ് ന്യൂട്രൽ തന്നെ എടുത്ത് ലൂപ്പ് ചെയ്യണം. വരക്കുമ്പോൾ നമ്മൾ നോക്കിയൊക്കെ അത് കൃത്യമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇൻകമിങ് ന്യൂട്രൽ എടുത്ത് ലൂപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫേസ് വരാനുള്ളതാണ്. ഈ ഫേസ് നമുക്ക് ഇവിടെ കോണ്ടാക്റ്റിൽ തന്നെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, റെഡി. അപ്പോൾ കോണ്ടാക്ടറിലേക്ക് തന്നെ ഫേസ് വരും. ഇനി നമുക്ക് ഡയറക്റ്റ് ഒന്നുകൂടി നോക്കാം കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. 230 വോൾട്ട് AC ആണ്. ഈ കോണ്ടാക്ടറും 230 വോൾട്ട് AC ആണ് കേട്ടോ. 230 വോൾട്ട് AC കോണ്ടാക്ടറാണ്. അപ്പോൾ ഈ സപ്ലൈ തന്നെ ആയിരിക്കണം നമുക്ക് ഇവിടെ തന്നെയാണ്. ഇത് ഒരുമിച്ച് വേണം വരാൻ. അപ്പോൾ ഇതൊന്ന് ലിങ്ക് ചെയ്തേക്കാം, അതൊന്ന് മനസ്സിലാക്കാനാണ്. ഇത് രണ്ടും നമ്മുടെ സ്വിച്ച് കൺട്രോളിൽ നിന്നുള്ള ഡയറക്റ്റ് വന്നാൽ മതി. 230 വോൾട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്താലും മതി. ഇത് ഓണാകുന്ന സമയത്ത് അത് വന്നാൽ മതി. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഫേസ് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഫേസ് നേരെ കോൺടാക്ടറിന്റെ അടി വന്നിപ്പുണ്ട്, ന്യൂട്രൽ ഓടി വന്നിപ്പുണ്ട്. ഇനി കോൺടാക്ടർ വർക്ക് ചെയ്താലേ ഔട്ടിലുള്ള മോട്ടറിലേക്ക് സപ്ലൈ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് 24 ഒരു കൺവേർട്ടർ വെച്ചിട്ടുണ്ട്. 230 വോൾട്ട് നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് കൺവേർട്ട് ആയിട്ട് 12 വോൾട്ട് DC ആയിട്ട് ഇവിടെ വരും. ഇവിടെ റിലേ വന്നിട്ടുള്ളത് 12 വോൾട്ട് DC ആണ്. 12 വോൾട്ട് DC റിലേ ആണ്. അപ്പോൾ ഇതിന്റെ 3 ടെർമിനുള്ള വശത്ത് സെൻറ്റർ കോമണും അപ്പുറം ഇപ്പുറം നമ്മുടെ 12 വോൾട്ട് കണക്ട് ചെയ്യാനുള്ള വശമാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. റിലേയിൽ മാർക്കിങ്ങും ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. അതിൽ നെഗറ്റീവ് എന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് കൊടുക്കുക. പോസിറ്റീവ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈഡിൽ നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരു സൈഡിൽ പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ചെയ്തിടത്തേക്ക് നെഗറ്റീവ് ഡയറക്റ്റ് കൊടുക്കുക. പോസിറ്റീവ് മാർക്ക് ചെയ്തേക്ക് +12 നേരെ കയറ്റിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഫ്ലോട്ട് സ്വിച്ചിലേക്ക് കണക്ഷൻ വരുന്നു. ഫ്ലോട്ട് സ്വിച്ചിൽ നിന്നുള്ള ഔട്ട് കണക്ഷൻ വരുന്നത് ഈ റിലേയുടെ പ്ലസ് പോയിന്റിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ഈ സപ്ലൈ ഓൺ ആകുന്ന സമയത്ത് ഈ ഫ്ലോട്ട് താഴത്തോട്ടാണെങ്കിൽ മാത്രമേ ഈ റിലേ ഓൺ ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? മേളിലേക്ക് ആകുമ്പോൾ കട്ടാവും. അപ്പോൾ റിലേ ഓൺ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കോമൺലി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫേസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഫേസ് ഇവിടെ NO ആണ്. റിലേ ഓൺ ആകുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഫേസ് സപ്ലൈ നേരെ കയറി A2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് വരും. നമ്മൾ ന്യൂട്രൽ ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും, പമ്പോണം. അപ്പോൾ 230 വോൾട്ടിന്റെ കോണ്ടാക്ടർ കിട്ടാത്തവർക്ക്, 24 വോൾട്ടിന്റെ കോണ്ടാക്ടർ കിട്ടാത്തവർക്ക് ഈ 230 ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു റിലേ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചധികം സുഹൃത്തുക്കളായിട്ട് ഇത് കിട്ടുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും പറയാൻ. 24 കിട്ടാനില്ല, പിന്നെ 24ന്റെ AC മേടിച്ച് വെച്ചിട്ട് അത് കത്തിപ്പോയി. അതായത് 24ന്റെ AC കോണ്ടാക്ടർ DCക്ക് വരും, AC കോണ്ടാക്ടർ വെച്ചിട്ട് അത് കത്തിപ്പോയി. അങ്ങനെ പല ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള സാഹചര്യം വന്നത്. അപ്പോൾ മച്ചാമാരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം, വീഡിയോസെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.